ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ശരി, ശ്രീ ഷാഹുൽ പ്രസാദ് അതിനുള്ള മറുപടി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കണ്ടതാണ്, വ്യാപാര കരാറിനെ കുറിച്ചുള്ള സുതാര്യതയില്ലായ്മ. ഒടുവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല ഇന്ത്യ എന്ന് ട്രംപ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു. അതാണല്ലോ 25-ൽ നിന്ന് 18% ഇറക്കുമതി തീരുവ കുറച്ച് നൽകുവാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകവും. ഇപ്പോൾ ഈ അമേരിക്കയുടെ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇന്ത്യക്ക് സുവർണാവസരമായി മാറേണ്ടതാണ് ഇത്. കാരണം വ്യാപാര കരാർ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഒപ്പുവെക്കുന്നതിന് മുൻപ് അതിന്മേൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്താൻ പറ്റും. അവിടെ വേണമെങ്കിൽ ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട എന്ന തീരുമാനം എടുത്തത് വേണമെങ്കിൽ പുനഃപരിശോധിക്കാനും പറ്റും. അതിന് ഇന്ത്യ തയ്യാറാകേണ്ടതല്ലേ? അതല്ലാതെ ഇന്ന് രാഹുൽ പറയുകയാണ് വീണ്ടും മോദി ട്രംപിന് മുന്നിൽ മുട്ടിലിഴയാൻ പോവുകയാണ് എന്ന്. രാഹുലിന് പിന്നെ ഇതല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ലല്ലോ. ഇങ്ങനെ കിടന്ന് പറയുക, സ്വന്തം അണികളെ വിട്ടിട്ട് ഒരു അന്താരാഷ്ട്ര മീറ്റിൽ തുണി പൊക്കി കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളല്ലേ രാഹുലിന് അറിയുള്ളൂ. അത് അറിയുന്ന പണിയെ അയാൾക്കറിയുന്ന പണി അയാൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്ന്, ഈ വ്യാപാരക്കാർ ഇവരെ ഒപ്പിട്ടിട്ടില്ലല്ലോ മഞ്ജുഷേ. ഇപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണ്? ട്രംപ് പറയുന്നു, അപ്പൊ മുഷ്ടി ചുരുട്ടി മോദി ഇങ്ങോട്ട് വരണം, നീ പോയി പണി നോക്കണം, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ ട്രംപ് കുറച്ചുകൂടെ കൂട്ടി പറയുന്നു, അപ്പൊ വീണ്ടും അതിനെക്കാട്ടി കൂട്ടി പറയുന്നു. ഇങ്ങനെ ചെയ്യണമെന്നാണ്, എന്തൊരു കുസ്തി മത്സരത്തിന് പോകണമെന്നാണോ ഈ പറയുന്നത്? അയാളുടെ തലയ്ക്ക് സുഖമില്ല ഓരോന്ന് കിടന്ന് പറയുമ്പോ അയാൾ കിടന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ. പിന്നെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ ഈ റഷ്യയിലുള്ള ഓയിൽ ഡീലിന്റെ കാര്യത്തില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞു ഉടനെ നിർത്തിയെങ്കിൽ ഇപ്പം കഴിഞ്ഞ മാസത്തെക്കാട്ടിൽ ഈ മാസം കുറഞ്ഞു എന്നുള്ളതല്ല. ഒരു ബാരൽ പോലും വരാൻ പാടില്ലല്ലോ. ഒരു ബാരൽ പോലും. റഷ്യയുമായിട്ടുള്ള ഓയിൽ കരാർ ഓയിൽ സെയിൽ നിങ്ങൾ നോക്കൂ, ഓരോ സമയം കൂടിയും കുറഞ്ഞും സിക്സാഗായിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വളരെ 40% ആയിക്കോട്ടെ, ആ 20% ആകാൻ പാടില്ലല്ലോ, 1% പോലും ആകാൻ പാടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ ട്രംപ് വരട്ടി മോദി മുട്ട് കഴിഞ്ഞെങ്കിൽ അവിടെ നിന്ന് ആ പിറ്റേ ദിവസം റഷ്യക്കാരനോട് മോദി അവിടുന്ന് ട്രംപ് പറയുന്നു, നിങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് വേണ്ട, ഒരു ബാരൽ പോലും ഇന്ന് മുതൽ വേണ്ട എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെയല്ലോ ചെയ്തത് ആണോ? അപ്പൊ അത് വിട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഉണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ മോദിയോട് എതിർപ്പുണ്ടെന്ന് കരുതി എന്തും കിടന്ന് വിളിച്ച് പറയണ്ട. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പിറ്റേ ദിവസം നിർത്തല്ലല്ലോ ചെയ്തത്. പിന്നെ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അല്ല കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന്, ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്തു നിന്ന് ഞങ്ങളുടെ രാജ്യ താല്പര്യം നോക്കി എവിടെ നിന്നാണോ വില കുറച്ച് കിട്ടുന്നത് അവിടുന്ന് ഞങ്ങൾ സൗകര്യം പോലെ വാങ്ങും. വളരെ ക്ലിയർ ആണത്. അതിൻ്റെ അകത്ത് വേറെ ആരും തന്നെ അല്ലാതെ ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ട്രംപ് അവിടുന്ന് 10 പറഞ്ഞാൽ ഇവിടുന്ന് 15 പറയണം എന്നുള്ള നിങ്ങളുടെ ആ വാശി, അത് വേണം എന്നാണ് അവർ പറയുന്നത്. തൽക്കാലം അതിന് പോകുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. പിന്നെ ഇതുവരെ ഒപ്പിടാത്ത ഇപ്പൊ ഫൈനലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കരാറിന്റെ അകത്ത് ഇനി സമയം കിടക്കല്ലേ. ഇതുകൊണ്ട് ചെയ്യുന്നത് ഈ തീർച്ചയായിട്ടും ആ കരാറ് എടുത്ത് പൂട്ടിക്കെട്ടി ഇതിൻ്റെ അകത്ത് വെക്കാനൊന്നും പറ്റില്ല. അത് ലോകത്തിന് അറിയിച്ചേ പറ്റുള്ളൂ. ആർക്കും നോക്കാവുന്ന കാര്യം. ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ $500 ബില്യൺ ഇറക്കുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല. $500 ബില്യൺ സാധനങ്ങൾ അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ വേണമെങ്കിൽ അല്ലാതെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അല്ല. ഈ ഇറക്കുമതി എന്താണ്? കമ്മിറ്റ്മെന്റ് അല്ല, നിങ്ങൾ വായിച്ചു നോക്കുന്നത്. കമ്മിറ്റ്മെന്റ് ഒന്നുമല്ല. നിങ്ങൾ വെറുതെ വിവരക്കേട് പറയരുത്. അതൊന്നേരം അതുമല്ല. ഈ സാധനം എന്താണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്താണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത്? നമുക്ക് ആവശ്യമുള്ളത് പുതിയ ടെക്നോളജികളാണ്, ടെക്നോളജിക്കൽ സഹകരണങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളത്. തീർച്ചയായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലും ഇനി ഇന്ത്യയുടെ ഭാവിയിലേക്കും നമുക്ക് ഒരുപാട് പുതിയ ടെക്നോളജികൾ നമുക്ക് ആവശ്യമുണ്ട്. ആ ടെക്നോളജിക്കൽ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അതാണ് നമുക്ക് കൂടുതലായിട്ടും പ്രധാനമായും നാം ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ തന്നെ അമേരിക്കയിലെ GE കമ്പനി ഇവിടെ അവരുടെ ജെറ്റ് എഞ്ചിൻ, നമ്മളിപ്പോൾ തേജസിന് വേണ്ടി വാങ്ങുന്ന ജെറ്റ് എഞ്ചിൻ, അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഇവിടെ നിർമ്മിക്കാൻ തയ്യാറാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അമേരിക്കൻ കമ്പനികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്.
ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതും. ശരി, ശ്രീ സജിമോൻ ആന്റണി, വ്യാപാര കരാറിന്റെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.